മന്ത്രിയുടെ പാട്ട് കേട്ടോ? പിന്നെ നമ്മുടെ പാട്ടല്ലേ അത്. ഇവരുടെ പാട്ട് അതിഗംഭീരമായിട്ട് ഇവർ അവതരിപ്പിച്ചു. അപ്പോൾ വെള്ളാർമല സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ടൊരു കടുത്താത്മബന്ധവും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇന്നലെ തന്നെ ഇവരെ കണ്ടിരുന്നു, ഇവരെ മാഷന്മാരെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ വഞ്ചിപ്പാട്ട് നേരിട്ടിരിക്കേണ്ട, ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ഞങ്ങൾ പൊതുവെ തീരുമാനിച്ചു. കാരണം ഒരു ആകർഷണം വേറെ ഒന്നിലേക്കും പോകാതെ വഞ്ചിപ്പാട്ട് പൂർണ്ണമായിട്ട് കണ്ടിട്ട് പിന്നെ ഇവരായിട്ട് കൂടിയാൽ മതി എന്ന് ആലോചിച്ചു. അതുകൊണ്ട് വഞ്ചിപ്പാട്ട് ഓൺലൈനായിട്ടാണ് കേട്ടത്, അല്ല വിഷ്വലായിട്ടാണ് കേട്ടത്. പക്ഷേ കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെത്തി. വെള്ളാർമലയിലെ കുട്ടികൾ നമ്മുടെ ഒരു അതിജീവനത്തിൻ്റെ മാതൃകയാണ് കേരളത്തിലെ. കഴിഞ്ഞ തവണ 63ാമത് സ്കൂൾ യുവജനോത്സവത്തിൽ അതിഗംഭീരമായിട്ടുള്ള നിരവധി പരിപാടികളുണ്ടായിട്ടും ഞങ്ങൾക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞങ്ങളെല്ലാം നിർബന്ധമായിട്ട് അവതരിപ്പിച്ചതും ഇവരുടെ അതിജീവന ഗാനമാണ്. അതിജീവന ഗാനം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു ആവേശം ചെറുതല്ല. പുന്നപ്പുഴയുടെ തീരത്തുള്ള പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും അട്ടാമലയും ആറാമലയും ഒക്കെ ഉൾപ്പെടുന്ന ഈ ചൂരൽമല ആ ദിനങ്ങളിൽ അനുഭവിച്ച കടുത്ത പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് ഉയർന്നു വന്ന മക്കളാണിവർ. അന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഒരു മാസക്കാലം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 25 അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഈ മാസത്തിൻ്റെ തുടക്കം വരെ തുടർച്ചയായിട്ട് മാസത്തിൽ പോയി ഇടപെടുന്നൊരു കേന്ദ്രമാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് വെള്ളാർമലയിലെ കുട്ടികളെ അവതരിപ്പിക്കുന്നതായിരിക്കും. എപ്പോഴും അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടി ഓടിപ്പടഞ്ഞെത്തിയതാണ്. പിള്ളേർ ഗംഭീരമായി, തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചു. ഇവർ പോയിൻ്റ് മേടിച്ച് ഉറപ്പായിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിഗംഭീരമായിട്ട് ഇവർ അവതരിപ്പിച്ചു. ഇവരുടെ ഓരോ മുന്നേറ്റവും അതിജീവനത്തിൻ്റെ ഒരു ലോക മാതൃകയാണ്. കേരളം ആ ധൈര്യത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു മാതൃകയായിട്ട് അതിങ്ങനെ വരികയാണ്. ഇത് കണ്ട ഉണ്ണിമാഷ് ഇങ്ങനെ ഓടിപ്പടഞ്ഞെത്തി. ഉണ്ണിമാഷ് വന്നാൽ പിള്ളേർക്കൊരു കരുത്ത് പ്രത്യേകിച്ച് വരും. ആ വെള്ളാർമല സ്കൂൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചൂരൽമല ഒഴിച്ചു പോകാതെ രക്ഷപ്പെട്ടത്. ആ സ്കൂളിനൊരു വലിയ പാരമ്പര്യം അല്ലാതെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ കരുത്തോടു കൂടി വീണ്ടും തിരിച്ചു വരികയാണ്, ആ സന്തോഷത്തിലൊപ്പം ചേരുകയാണ്.